ഹായ്, നമ്മൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇതിനകം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ പഠിക്കേണ്ട കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ടോപ്പിക്കുകൾ വരുന്നത്. സെറ്റ്സ് നിങ്ങൾ പഠിച്ചു, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് സെറ്റ്സ്. അതിന്റെ ഓപ്പറേഷൻസുമാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ പഠിച്ചത്. അടുത്ത ചാപ്റ്റർ റിലേഷൻസ് എന്ന് പറയുന്നതും ഫങ്ഷൻസിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. റിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈനംദിന ജീവിതത്തിലുള്ള റിലേഷൻസ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടാകും. നേരത്തെ നിങ്ങൾ പറയും നിങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഒരു റിലേഷൻ ഉണ്ട്, നേരത്തെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയും. പക്ഷെ അങ്ങനെയാണ്, നമ്മൾക്ക് റിലേഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനോട് റിലേഷൻ ഉണ്ട്, അമ്മയോട് റിലേഷൻ ഉണ്ട്, അങ്കിളിനോട് റിലേഷൻ ഉണ്ട്. എന്നോട് നിങ്ങൾക്ക് ടീച്ചർ എന്ന രീതിയിൽ ഇപ്പോൾ റിലേഷൻ ഉണ്ട്. നേരത്തെ നിങ്ങൾക്ക് എന്നോട് റിലേഷൻ ഉണ്ടായിരുന്നു, മലയാളി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു നാട്ടുകാരൻ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ഈ ഭൂമുഖത്ത് കാണുന്ന എല്ലാവരുമായിട്ടും റിലേഷൻ ഉണ്ട്. കുറച്ചു പേരോട് മാത്രമേ റിലേഷൻ ഉള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. റിലേഷൻസ് എല്ലാവരുമായിട്ടും നമുക്കുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. ആ റിലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നമ്മൾ സെറ്റ്സിൻ്റെ അകത്തെ റിലേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ സെറ്റ്സിൻ്റെ റിലേഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ സെറ്റ്സ് പഠിച്ചത്. അപ്പം നമുക്ക് അതിൻ്റെ റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു പ്രധാന ടൈമാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എ എന്ന് പറയുന്ന സെറ്റില് 1, 2, 3 എന്ന് പറയുന്ന എലിമെന്റ്സ്, ബി എന്ന് പറയുന്ന സെറ്റില് 4, 5, 6 എന്ന് പറയുന്ന എലിമെന്റ്സുകളുമാണ് ഉള്ളത് എന്നിരിക്കട്ടെ. ഈ A, 1, 2, 3 നോക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, ബി എന്ന് പറയുന്ന അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ, അല്ലെങ്കിൽ വല്ല പശുവോ പട്ടിയോ അക്കോ ആയിക്കോട്ടെ, എന്തോ ആകട്ടെ, അതൊക്കെയായിട്ട് നമുക്ക് റിലേഷൻസ് ഉണ്ട്. ഒരേ റിലേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ട് പേര് വേണം. രണ്ടുപേരാണ്, രണ്ടുപേർക്ക് തമ്മിൽ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ രണ്ടുപേര് വേണം. അതുകൊണ്ട് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സംഭവം, the set of all ordered pairs taken from first element from A and the second element from B. ഫസ്റ്റ് എലിമെന്റ് A എന്നായിരിക്കും, സെക്കൻഡ് എലിമെന്റ് B എന്നായിരിക്കും. ഓർഡേർഡ് പെയർ എന്ന് വെച്ചാൽ ഇത്രയും എളുപ്പം. ഇത് എഴുതുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുന്നത് ഇങ്ങനെയാണ്. സ്കൂളിൽ പഠിച്ചപ്പോൾ ഈ ടോപ്പിക് എനിക്ക് അറിയാം. അതുകൊണ്ട് ഇത് എഴുതുന്നത് A into B എന്നല്ല, A cross B എന്നാണ് പറയുന്നത്. A cross B is equal to 1, 4. ഓർഡേർഡ് പെയർ എന്ന് ഉദ്ദേശിച്ചതാണ്. ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ട് 1, 4. 1, 4. അടുത്തത് 1, 5, 1, 6, 2, 4, 2, 5, 2, 6. അടുത്തത് 3, 4, 3, 5, 3, 6. ഓക്കെ. ഈ സെറ്റിന്റെ അകത്ത് ഉള്ള പ്രത്യേകത, ഈ സെറ്റിന്റെ അകത്ത് ഉള്ളതെല്ലാം ഓർഡേർഡ് പെയർസ് ആണ്. ഓർഡേർഡ് പെയർസ് ആണ്. 1, 4, 1, 6 രണ്ടുപേരുണ്ട്, അത് ചേർന്നിട്ടുള്ള ഓർഡേർഡ് പെയർസ് ആണ്. ആ ഓർഡേർഡ് പെയർസിന്റെ കളക്ഷൻ പറയുന്ന പേരാണ് A cross B. ഇന്നത്തെ എലിമെന്റ്സ് A, ഫസ്റ്റ് എലിമെന്റ് എയിൽ നിന്നാണ്, സെക്കൻഡ് എലിമെന്റ് ബിയിൽ നിന്നാണ്. So A cross B is the collection of ordered pairs taken first element from A and the second element from B. ഇതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർഡേർഡ് പെയറിന്റെ 1, 4 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ, 4, 1 എന്ന് പറയുന്ന വേറൊരു ഓർഡേർഡ് പെയറും ഉണ്ടെന്നില്ല. അത് രണ്ടും കാഴ്ചയിൽ ഒരിക്കലും ഈക്വൽ. കാരണം നമുക്ക് കാർട്ടീഷ്യൻ ജോമെട്രിയിൽ നിങ്ങൾക്ക് അറിയാം 1, 2, 3, 4, 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്യും. 1, 4 എന്ന് പറയുന്ന എലിമെന്റ് എവിടെയാണ്? ഇതാണ് 1, 4 എന്ന് പറയുന്നത്. X ആക്സിസിൽ 1, Y ആക്സിസിൽ 4. 4, 1 എന്ന് പറയുന്ന എലിമെന്റോ അത് ഇതാണ്, X ആക്സിസിൽ 4. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് 1, 4 എന്ന് പറയുന്ന എലിമെന്റും 4, 1 എന്ന് പറയുന്ന എലിമെന്റും ഡിഫറൻറ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ അകത്ത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ കോർഡിനേറ്റ്സ് ഈക്വൽ ആവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
എന്താന്ന് വെച്ചാൽ നോക്കൂ, ഓർഡേർഡ് പെയർ എ ബി ഈസ് ഈക്വൽ ടു 1 4 എന്ന് പറഞ്ഞിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും, ബി ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഓർഡേർഡ് പെയർ അതിനോട് മാത്രമേ ഈക്വൽ ആവൂ, വേറെ ആരോട് ഈക്വൽ ആവില്ല. അങ്ങനെയല്ലേ എപ്പോഴും നമ്മളോട് മാത്രമേ അല്ലേ ഈക്വൽ ഉള്ളൂ, അത് നാട്ടിലുള്ള ആൾക്കാരോട് കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാഴ്ചയിൽ ഒരേപോലെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ സെയിം സ്വഭാവം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു സ്വഭാവം ഒരൊറ്റയാൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്ത് ഓർക്കണം. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്. ഈ കാര്യങ്ങൾ ഒന്ന് ഓർക്കണം. ഇതാണ് നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. പരിപാടി തീർന്നു. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും ഞാൻ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യിപ്പിക്കുന്നത്. നോക്കൂ, ഇഫ് ക്വസ്റ്റ്യൻ എഴുതുന്നതാണ്. If ordered pair x plus 1, comma y minus 2 is equal to 3 1, find the value of x and find the value of x and y. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർഡേർഡ് പെയർ തന്നിരിക്കുകയാണ്. ഈ എക്സ് പ്ലസ് 1 5 minus 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ 3 1 എന്ന് പറയുന്ന രണ്ട് ഓർഡേർഡ് പെയർ സെയിം ആണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഒരു ഓർഡേർഡ് പെയറോട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? ഈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ആൾ 3 ആയിരിക്കണം, y minus 2 എന്ന് പറയുന്ന ആൾ 1 ആയിരിക്കണം. അപ്പൊ എന്ത് പറ്റും? x is equal to 3 minus 1 ഇപ്പുറത്തേക്ക് പോകും, y is equal to minus 2 അപ്പുറത്തേക്ക് പോകും, 1 plus 2, x equal to 2, y is equal to 3 എന്ന് വരും. സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇത് ചോദിച്ചു കാണുന്നതാണ്. യെസ്, അതാണ് നമുക്ക് അതിൻ്റെ അകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. If P is equal to such ordered pair ABC and Q is equal to set R. എന്നിട്ടിരിക്കാൻ അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് P cross Q and Q cross P. P cross Q and Q cross P. Partition product of P and Q and P. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ട്. Are these two products equal? ഈക്വൽ ആണോ എന്ന് കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോഡക്ട്സ് ഈക്വൽ ആണോ? നമുക്ക് P cross Q എന്ന് എഴുതാം. P cross Q എന്ന് പറയുന്നത് എങ്ങനെ വരും? A R B R C R. A R അല്ലേ? P cross Q ക്രോസ് ചെയ്യും, സെറ്റ് സിംബൽ വെച്ചിട്ട് ക്രോസ് ചെയ്യും. ഈ അടുത്തത് Q cross P. Q cross P എന്ന് വരും R A R B R C. ഇതാണ് P cross Q Q cross A. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു A R എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് രണ്ടാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഈക്വൽ ആവില്ല. ഇതാണ് കറക്ഷൻ പ്രോഡക്റ്റ്. P cross Q cross P അതാണ്, പക്ഷെ അതിന്റെ കറക്ഷൻ പ്രോഡക്റ്റ് ഇതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. Simple question. Let A is equal to set 1 2 B is equal to എന്തോ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? 3 4 C is equal to 4 5 6 set. ഇതിൽ find first one A cross B intersection C. Second question എഴുതിയേക്കട്ടെ. A cross B intersection A cross C. Yes. മൂന്നാമത്തെ question, third question. A cross B union C. Fourth question, A cross B union A cross C.
എ ക്രോസ് സി. ഇതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു ചെയ്യാം. സെറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി ഇന്റർസെക്ഷൻ സി ആർഗ്യുമെന്റ് ചെയ്യുന്നു. എന്താ ആദ്യത്തെ പ്രശ്നം ചെയ്യാം? ബി ഇന്റർസെക്ഷൻ. എന്താണ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ പറയും, കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി ഇവിടെ പറയും. ബി ഇന്റർസെക്ഷൻ സി എന്ന് വെച്ചാൽ ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള ആരാണോ അതിനാണ് ബി ഇന്റർസെക്ഷൻ സി. ഈ സിമ്പിളിൽ പറയുന്ന പേര് ഇന്റർസെക്ഷൻ എന്നാണ്. അപ്പോൾ ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള ആരാണ്? 3, 4, 5 അല്ലേ? അപ്പൊ ഇതൊരു ബിക്കും സിക്കും 4. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബാക്കി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ. ഇതാ എന്തായിരിക്കണം? എ ഇതല്ലേ? അപ്പൊ ഇതൊരു 1, 4, പിന്നെ 2, 4, പിന്നെ 3 കഴിഞ്ഞു. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി കഴിഞ്ഞു. യെസ്. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? അടുത്തെന്താണ്? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ് അല്ലേ? അപ്പൊ എ ക്രോസ് ബി ആദ്യം എന്ത് വിളിക്കും? എ ക്രോസ് ബി എന്താണ്? എ ക്രോസ് ബി എന്താണ്? 1, 3, 1, 4, 1 കഴിഞ്ഞു. അടുത്തത് 2, 3, 2, 4, 2 കഴിഞ്ഞു. അടുത്തത് 3, 3, 3, 4. ഇതാണ് എ ക്രോസ്. ഇനി അടുത്തത് എ ക്രോസ് സി ആണ്. എ ക്രോസ് സി. എ ക്രോസ് സി എന്ന് പറയുന്നത് 1, 4, 1, 5, 1, 6. ഓക്കെ. അടുത്തത് എന്താ വരിക? 2, 4, 2, 5, 2, 6. അടുത്തത് 3, 4, 3, 5, 3, 6. യെസ്. ഇനി ഒരു ഇന്റർസെക്ഷൻ. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ്. ഇതിന് കോമൺ ആയിട്ടുള്ള എന്താണ് കോമൺ ആയിട്ടുള്ളത്? 1, 4 കോമൺ. ഇനി ഏതെങ്കിലും കോമൺ ഉണ്ടോ? 3, 3 ഉണ്ടോ? 3, 3 ഇല്ല. ആകെപ്പാടെ 1, 4 എ ക്രോസ് ബി. എ ക്രോസ് ബി 3, 3 ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ആകെപ്പാടെ എന്ത് ചെയ്തു? ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഉണ്ടോ? 2, 3, 2, 4 ഉണ്ടോ? ഓ 2, 4 ഉണ്ട്. കാണാം. 2, 4 കാണാം. വേറെ 3 ഇല്ല. 3, 4 അങ്ങനത്തെ 3, 4 അവിടെ 4 കോമൺ ആണ് അല്ലേ? ശരി. അവിടെ 3, 4. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന 3 ലിമിറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? 1, 4, 2, 4, 3. ഇതാണ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി കേരളത്തോടത്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി കേരളത്തോടത്. ഇതാണ് 1, 4, 2, 4, 3, 4. യെസ്. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ്. ബാക്കി ക്വസ്റ്റ്യൻസ് വാട്ട്? എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അപ്പൊ നോക്കാം. എ ക്രോസ് ബി എന്ന് എഴുതി നോക്കാം. ആദ്യം തന്നെ എ ക്രോസ് ബി എന്ന് എഴുതി വെച്ചിട്ടാൽ മതി. എ ക്രോസ് ബി വരുന്ന നമ്മൾ നേരത്തെ എഴുതിയുള്ള നോക്കി എഴുതിയാൽ മാത്രം മതി. 1, 3, 1, 4, 2, 3, 2, 4, 3, 3, 3, 4. എ ക്രോസ് ബി ആയി. ഇനി എന്താണ് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ്. എ ക്രോസ് ബി എ ക്രോസ് സി 1, 4, 1, 5, 1, 6. അടുത്തത് 2, 4, 2, 5, 2, 6. അടുത്തത് 3, 4, 3, 5, 3, 6. യെസ്. ഇതൊരു യൂണിയൻ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് ബി. യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ട് നോർമലി ഈ സിമ്പിളിലാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ എലിമെന്റ്സുകളും വരും. എല്ലാ എലിമെന്റ്സുകളും ചേരുന്നതാണ് നമ്മുടെ യൂണിയൻ എന്ന്. അപ്പൊ എന്ത് വരും? അപ്പൊ ഇത് ഒരുമിച്ച് എഴുതിയാണ് 1, 3, 1, 4, 2, 3, 2, 4, 3, 3, 3, 4 കഴിഞ്ഞു. അടുത്ത ആയിട്ട് 1, 4 ആണ്. 1, 4 ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതുന്ന കാര്യം. അടുത്ത 1, 5 വന്നിട്ട് 1, 5. അടുത്തത് 1, 6 വന്നിട്ട്. അടുത്തത് 2, 4 ഇവിടെ വന്നു കഴിഞ്ഞാൽ 2, 5 വന്നിട്ട് 2, 6 വന്നിട്ടില്ല. അടുത്തത് 3, 4 ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തത് 3, 5, 3, 6. ഇതാണ് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് ബി. ഓക്കെ. നിങ്ങൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കണം. എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം.
ഇനി നമുക്ക് ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ സ്പെഷ്യൽ ടൈപ്പ് റിലേഷൻസ്. അത് നമുക്കും ഇല്ല. നമുക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലരെയൊക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടമാണ്, കൂടുതൽ താല്പര്യമാണ്. ശരിയല്ലേ? ഇപ്പൊ എന്നോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്? ഇല്ല, എന്നോടല്ല താല്പര്യമുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനും അമ്മയോടൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യമുള്ളത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം നമുക്ക് എല്ലാവരും താല്പര്യമുണ്ടെന്ന് പറയും. എന്നാൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ഈ റെസ്ട്രിക്ട് ചെയ്യുന്ന റിലേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പിന്നീട് പഠിക്കാറുള്ളത്, തുടർന്ന് പഠിക്കാറുള്ളത്. ഇതിനകത്ത് ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ സെക്ഷനാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിപ്ലറ്റ്സ് എന്ന് പറയും. അതും കൂടെ പറയാം. വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അതായത് പി എന്ന് പറയുന്നത് 1 2 ആണെങ്കിൽ പി ക്രോസ് പി ക്രോസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ക്രോസ് പി ക്രോസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓർഡേർഡ് പെയർ അല്ല വരുന്നത്. പി ക്രോസ് പി ആദ്യം പി 1 2 എന്ന് കൊടുക്കുക. പി ഇതൊരു 1 1 1 2 2 1 2 ഇതാണ് പി ക്രോസ് പി. പി ക്രോസ് പി ക്രോസ് പി എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് മൂന്നെണ്ണമുള്ളതാണ്. 3 ഡൈമെൻഷണൽ ജോമെട്രിയിൽ വരുമ്പോൾ അത് വരും. അപ്പൊ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒരാളുടെ എടുക്കുന്നത് 1 1 1 1 1. ഇനി 1 1 2 അല്ലെ? അടുത്ത് 1 2 1 1 2 1. പിന്നെ 1 2 2. അടുത്ത് 2 1 1 2 1 1. അടുത്തത് 2 1 2. അടുത്തത് 2 2 1 2 2. ഇതാണ് പി ക്രോസ് പി ക്രോസ് പി കേട്ടോ. അപ്പൊ ഇതൊന്ന് നോക്കുക. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിട്ട് നിങ്ങൾ എക്സാമ്പിൾ എക്സസൈസ് 2.1 എന്ന് പറയുന്ന ഒരു എക്സസൈസ് അത് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യണം. ഞാൻ ഈ കുറച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് പോസ്റ്റ് ചെയ്യും. അതിന് മുൻപ് അതിനകത്ത് 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ.